ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അനി ഗ്രീൻലാൻഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു പഴയ പ്ലാസ്റ്റിക് ടിന്നിൽ നമുക്കൊരു ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം സിമെൻറ്റിലെ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു പൊട്ടിയ പ്ലാസ്റ്റിക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ടേപ്പ് ഉപയോഗിച്ച് മൊത്തം നല്ല വൃത്തി ടേപ്പ് അതിൻ്റെ പുറത്ത് ചുറ്റി പൊട്ടിച്ചെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സിമെൻറ്റിലെ ഒരു ചെടിച്ചട്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതെല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. പൊട്ടിയ സൈഡ് മൊത്തം ഞാൻ ടേപ്പ് ചുറ്റി നല്ലോണം ഒട്ടിച്ചിട്ടുണ്ട്, ആ ഗ്യാപ്പെല്ലാം. അതിനുശേഷം ഞാൻ ഈ പ്ലാസ്റ്റിക് ടിന്നിൻ്റെ അകത്ത് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പം എൻജിൻ ഓയിൽ, പഴയ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് എല്ലാ സൈഡും നല്ല വൃത്തി അതിനകത്ത് മൊത്തം തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് മണലും സിമൻറ്റും കൂടെ മിക്സ് ചെയ്യാം. അപ്പം മണൽ 1, സിമൻറ്റ് 1, ഈ അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ മണൽ സിമൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളം നിങ്ങൾ ആവശ്യത്തിന് ഒഴിക്കാം, ലൂസായാലും കുഴപ്പമില്ല. അപ്പം സിമൻറ്റ് മണൽ ഞാൻ നല്ല വിധത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് നമ്മളെടുത്ത ടിന്നിനകത്ത് വയ്ക്കാൻ വേണ്ടി അതിനെയും കാട്ടി ചെറിയ ഒരു അളവിലുള്ള വേറൊരു ടിന്നും കൂടെ എടുക്കണം. അപ്പോൾ അതിനകത്ത് വെയിറ്റിന് വേണ്ടി ഞാൻ മണ്ണോ മണലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിറയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആദ്യം എടുത്ത ടിന്നിനകത്ത് ഒരു കുപ്പിയുടെ അടപ്പ് ഏറ്റവും അടിയിൽ വെച്ചിട്ടുണ്ട്. കാരണം ചെടിച്ചട്ടിക്ക് അടി സൈഡിൽ ഹോളിന് വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് സിമൻറ്റ് ഇതിനകത്ത് അടി സൈഡിൽ ഇടണം.
അപ്പോൾ അടി സൈഡിൽ ഞാൻ കുറച്ച് സിമൻറ്റ് ഞാൻ കോരിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ചെറിയ ടിന്നും കൂടെ എടുത്ത് ഇതിനകത്ത് വയ്ക്കാം. അപ്പോൾ ടിന്ന് എല്ലാം അകത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്ത് എല്ലാം അതിനകത്ത് കോരി നിറയ്ക്കുക. കോരി നിറയ്ക്കപ്പോൾ ഇടയ്ക്കൊന്ന് നല്ലൊരു തട്ടി കൊടുക്കണം നമ്മൾ വെളിയിൽ വെച്ചിരിക്കുന്ന ടിന്നിൽ. അപ്പോൾ എല്ലാ സൈഡിലും നല്ല ഫില്ലായിക്കോളും. ഞാൻ മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തുണി വേസ്റ്റ് എല്ലാം കൊണ്ട് അത് മൊത്തം തുടച്ച് വൃത്തിയാക്കണം. എന്നിട്ട് ഒരു ദിവസം ഫുള്ള് ഉണങ്ങാൻ വെച്ചേക്കണം. പിറ്റേ ദിവസം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എളുപ്പത്തിന് അത് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കാൻ ഏതെങ്കിലും ഒരു മണലിൻ്റെ മേലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ശകലം മണ്ണോ മണലോ എടുത്തിട്ട് അതിൻ്റെ മേലിൽ കമഴ്ത്തി തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് ഇളകി വരും. ആയിട്ട് ഇനി എവിടെയെങ്കിലും സിമൻറ്റൊക്കെ നമ്മുടെ ചെടിച്ചട്ടിയിൽ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ സിമൻറ്റ് മാത്രം ഒന്ന് ചെറിയ കട്ടിക്ക് മിക്സ് ചെയ്ത് നമ്മളെ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് എല്ലാം ഒന്ന് തേച്ച് കൊടുത്താൽ അപ്പോൾ മൊത്തം നല്ല ഫിനിഷിങ്ങിൽ വരും. എന്നിട്ട് നിങ്ങൾക്കിപ്പം ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ അടിക്കാം. ഞാൻ ഇവിടെ ഓറഞ്ച് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.